തിയേറ്റർ എല്ലാവരും കൂടെ പൂരപ്പറവാക്കി. പറയേണ്ടത് അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇൻഡസ്ട്രിയിൽ അടിക്കുന്ന പടം ഭയങ്കര ആവേശം. നമ്മള് ടിവിയിൽ കണ്ടൊരു സിനിമ എന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് അപ്പം അവർക്ക് അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം തന്നെ. നിങ്ങൾ ഒരു പ്രാവശ്യം ലൈഫിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത പടമാണ്. ഓടി വണ്ടി തന്നെ വന്ന് ലാലേട്ടൻ തൂക്കി ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു റിലീസ് ആയിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. എക്സ്പീരിയൻസ് ഇറക്കിയാലും ഇൻഡസ്ട്രിയിൽ അടിക്കുന്ന പടം ഭയങ്കര ആവേശം. പക്ക കൊമേഴ്സ്യൽ. സാധാരണ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പടം ഒറ്റയ്ക്ക് പുള്ളി കൊണ്ടുപോകണം. എല്ലാം കോമഡി, ആക്ഷൻ, ഇമോഷൻസ് എല്ലാം ഒറ്റയ്ക്ക് പക്ക അടിപൊളി. പുള്ളി എല്ലാ ടൈപ്പും ചെയ്യുമല്ലോ. ഈ ടൈപ്പ് സാധനം പറയുമ്പോൾ നമുക്ക് ഒരു ആവശ്യമാണ്. ഇപ്പൊ ഞാനാണ്ടില്ലേ ഫുള്ളാണ് പണം. ഓൾറെഡി കോടി കിട്ടുന്ന സാധനം 700 സീറ്റ് ഫുള്ളാണോ അത് പുള്ളിക്ക് വരുന്നുള്ളൂ. ഡയലോഗ് എല്ലാം പുതിയ റീമാസ്റ്ററും പുതിയൊരു ഫീലാണ്. സൗണ്ട് എല്ലാം എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. അടിപൊളി. പഴയ അതേ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. നമ്മള് തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാരും ഡാൻസ് കളിച്ച് വൈബായിരുന്നു. ആ ഒരു ആക്ടിങ് ആണെങ്കിൽ നമ്മൾ ഇത്രയും വർഷം നമ്മൾ ടിവിയിൽ കണ്ടൊരു സിനിമ എന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് അപ്പം അവർക്ക് അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം തന്നെ. വളരെ ഹാപ്പി. അതുകൊണ്ട് ഞാനിത് ലീവ് എടുത്തിട്ട് കാണുമോ. സൂപ്പർ. നിങ്ങൾ ഒരു പ്രാവശ്യം ലൈഫിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത പടമാണ്. ഓടി വണ്ടി തന്നെ വന്ന് ലാലേട്ടൻ തൂക്കി. പിന്നെ ആ സിനിമ കാണാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. അടുത്തൊരു ആരാധകനാണ്. ഇത് കാണാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. 2001 അച്ഛൻ്റെ അമ്മേനെ കൂടെ ഞാൻ പോയി കണ്ടതാണ്. പിന്നെ ഇതിങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഭയങ്കര സന്തോഷത്തെ എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും പറയാൻ പറ്റത്തില്ല. അടിപൊളി എക്സ്പീരിയൻസ്. കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് ഇത് റീ റിലീസ് ഉണ്ടാവണം. പക്ഷേ അത് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ്. അറിയാലോ റിലീസ് അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു റിലീസ് ആയിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യം തിയേറ്ററിൽ പോയി അവിടെ കാണുന്നത്. അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം. സൂപ്പറായിരുന്നു. എക്സ്പീരിയൻസ് ചെയ്ത തിയേറ്റർ എല്ലാവരും കൂടെ പൂരപ്പറവാക്കി. ഒരു പുതിയൊരു ഫിലിം കാണുന്ന ഫീലായിരുന്നു. നമ്മളെ പഴയ 2001 ഇറങ്ങിയ ഫിലിം കാണുന്ന ആ ഒരു ഇതല്ല. അടിപൊളി വൈബായിരുന്നു. ആസ് യൂഷ്വൽ ലാലേട്ടൻ ആ ഒരു പേര് തന്നെ പറയേണ്ടതില്ലല്ലോ. ലെജൻഡിന്റെ ഫുൾ പെർഫോമൻസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു പുതുമ നിറഞ്ഞ് വീണ്ടും കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ സുരേഷ് പീറ്റർ സാറിന്റെ മ്യൂസിക് ആയാലും പിന്നെ എന്താ പറയേണ്ടത്, അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.